നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചുള്ള ചില അപ്രിയ സത്യങ്ങളാണ്. അടുത്ത കുറച്ച് സമയം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏകദേശം 28 വർഷങ്ങളിലേറെയായിട്ട് ഞങ്ങൾ ടൈപ്പ് 1 ഡയബറ്റീസ് ചികിത്സിച്ചു വരുന്നു. ചികിത്സ മാത്രമല്ല, നിരവധി പദ്ധതികളിലൂടെ കേശവദേവ ട്രസ്റ്റ് ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ പദ്ധതിയുണ്ട്, സ്വീറ്റ് പദ്ധതിയുണ്ട്, ഡ്രീംസ് ഉണ്ട്. അങ്ങനെ ഏകദേശം 50ഓളം പ്രോജക്റ്റുകളുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം നൽകി വരുന്നു, 24/7 സപ്പോർട്ട് നൽകി വരുന്നു, സൗജന്യമായിട്ട് ഔഷധങ്ങളും ഇൻസുലിനും സെൻസേഴ്സും അങ്ങനെ പമ്പൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് നൽകി വരുന്നു. ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ ഇപ്പം പറയാനായിട്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊരു കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്ത ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടൊരു പ്രസൻറ്റേഷനാണ്. പക്ഷേ ഇത് ഡോക്ടേഴ്സ് അല്ലാതെ രോഗികൾക്കും മാതാപിതാക്കൾക്കും പോളിസി മേക്കേഴ്സിനും എല്ലാം ഇത് പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെക്ചർ ഇവിടെ നടത്തുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് ചികിത്സിക്കാനായിട്ട് ആവശ്യം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറി സംവിധാനങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലെക്ചറാണ്. ഇത് സ്പോൺസേഡ് ഒന്നുമല്ല, പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ല. നമുക്ക് നാട്ടുകാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിലൂടെ എനിക്കുള്ളൂ. അപ്പോൾ ഈ ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറി സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നോർമൽ റേഞ്ച് എന്ന് പറയുന്ന 70% സമയം ഗ്രീൻ കളർ ആയിരിക്കണം CGM ചെയ്യുമ്പോഴത്തേക്ക്. അത് നമുക്ക് ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറിയിലൂടെ മാത്രമേ സാധാരണ സംഭവിക്കാറുള്ളൂ. നമ്മൾ സെൻസേഴ്സ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ശതമാനം പേർക്ക് അത് സാധിക്കും, പക്ഷെ കുറേ കഴിയുമ്പോൾ അത് സാധിക്കില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും. പക്ഷെ ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറി സംവിധാനങ്ങളിൽ ഹൈപ്പോഗ്ലൈസീമിയ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വില കൂടുതലുള്ള ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസിലെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തിനും അതുപോലെ ചികിത്സിക്കുവാൻ ബുദ്ധിമുട്ടുള്ള മറ്റ് പ്രമേഹങ്ങൾ ടൈപ്പ് 2-നും ഇതാണ് ചികിത്സാ നിർദ്ദേശം. ഞങ്ങളല്ല, ലോകം മുഴുവനുള്ള ദേശീയ അന്തർദേശീയ പ്രമേഹ ചികിത്സാ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ഈ ഒരു ഉപാധി രോഗികൾക്ക് കൊടുക്കണമെന്നാണ്. ഞാൻ ഒന്നുകൂടി ആദ്യമേ പറഞ്ഞുകൊണ്ടേ, ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ചികിത്സ എന്ന് പറയുന്നത് അത് നടത്തുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാ ഡോക്ടർമാർക്കും അതൊരു ചാരിറ്റി ജോബാണ്. അതിന് വേറെ ഒരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാനിത് പറയാം. ഇത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 70G ഇൻസുലിൻ പമ്പ് ഡിപ്ലോയ് ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടതാണ്. അമ്മ പോസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം, ഇതിവിടെ കാണിക്കാൻ കാരണം, ഒരു കാരണവശാലും ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്ന് ഞങ്ങൾ ഡോക്ടേഴ്സിന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇൻഷുറൻസിന് വേണ്ടി അവർ അപേക്ഷ നൽകിയപ്പോഴത്തേക്ക് ആ ഇൻഷുറൻസ് എന്തുകൊണ്ട് കവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദീകരണത്തിൽ പറയുന്നത് ഇത് അൺപ്രൂവൺ ചികിത്സയാണെന്നാണ്. അതായത് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാത്ത ചികിത്സാ രീതിയിൽ ഉൾപ്പെടുന്നു എന്ന് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരിക്കുകയാണ്. എന്തൊരബദ്ധം എന്ന് ആലോചിച്ച് നോക്കിയേ. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സയന്റിഫിക് എവിഡൻസ്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ റോബസ്റ്റ് ക്ലിനിക്കൽ ട്രയൽസ്. അപ്പം ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ടൈപ്പ് 1 ഡയബറ്റീസിനും ബുദ്ധിമുട്ടുള്ള നമുക്ക് ലക്ഷ്യത്തിലെത്താത്ത ടൈപ്പ് 2 ഡയബറ്റീസിനും പാൻക്രിയാറ്റിക് ഡയബറ്റീസിനും ഗർഭിണികളുടെ ഡയബറ്റീസിനും ഒക്കെയുള്ള ഒരു ചികിത്സാ രീതിയാണ് AID. അതിൽ ഇന്ത്യയിൽ 70G മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ അവർക്ക് പറയാം ഞങ്ങൾക്കിത് കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയില്ല, ഇതിന് ഒരുപാട് പണച്ചെലവുണ്ട്, അതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റ് കാരണങ്ങൾ പറയാം. പക്ഷെ ഒരു കാരണവശാലും ഇത് അൺപ്രൂവൺ തെറാപ്പിയാണെന്ന് പറയരുത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അത് ഏത് ഇൻഷുറൻസ് കമ്പനി ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലുമൊക്കെ പോളിസി മേക്കേഴ്സോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇത് അൺപ്രൂവൺ തെറാപ്പി അല്ല. ഇറ്റ് ഈസ് എ 100% പ്രൂവൺ തെറാപ്പി. മോഡേൺ മെഡിസിനിൽ നമുക്ക് മരുന്നാണെങ്കിലും അത് ചികിത്സാ സംവിധാനങ്ങൾ ടെക്നോളജി ആണെങ്കിലും അത് ക്ലിനിക്കൽ ട്രയൽസിലൂടെ അത് പ്രൂവ് ചെയ്താൽ മാത്രമേ
അത് ചികിത്സാ മാർഗനിർദ്ദേശങ്ങളിൽ ഇടം പിടിക്കുകയുള്ളൂ. ഇത് ഒരു കഥയാണ്. അങ്ങനെ ഒരുപാട് കഥകൾ എൻ്റെ ഈ ലെക്ചറിൽ പറയും. ഇതെല്ലാം സാങ്കല്പികമല്ല, ഇതെല്ലാം റിയൽ സ്റ്റോറീസ് ആണ്. ഇത് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. കഴിഞ്ഞ 10ലേറെ വർഷങ്ങളായിട്ട് എൻ്റെ ചികിത്സയിലാണ്. ഇതെല്ലാം AI ജനറേറ്റഡ് പിക്ചേഴ്സാണ്, റിയൽ പിക്ചേഴ്സ് അല്ല. ഗ്ലൂക്കോസ് ആണെങ്കിൽ A1C എപ്പോഴും 8-9% ആണ്. അപ്പൊ ഈ കുട്ടി 100 പ്രാവശ്യം പറഞ്ഞിട്ടും ഈ കുട്ടി ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കില്ല. അപ്പൊ ഇൻസുലിൻ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ സാധാരണ പമ്പുകളായിരുന്നു. അത് കഴിഞ്ഞാണ് മറ്റ് പമ്പുകൾ വന്നത്, കണക്റ്റഡ് ആയിട്ടുള്ള, ഒന്നും ഉപയോഗിക്കില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു ഉപകരണം എനിക്ക് ശരീരത്തെ ഘടിപ്പിച്ചുകൊണ്ട് നടക്കാൻ പ്രയാസമാണ്, അത് എന്ത് ബുദ്ധിമുട്ടാണ്. എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ 37 വയസ്സുള്ള പെൺകുട്ടി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്തിൽ 6 മാസം മുമ്പ് വന്ന് പെണ്ണെടുത്ത് പറഞ്ഞു, മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വരികയാണ്, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ഇടയ്ക്കൊക്കെ മരിക്കണം തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോഴും ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഡയബറ്റീസ് കാരണം ഹാർട്ട് അറ്റാക്ക് വരും, കിഡ്നി ഫെയിലിയർ വരും, ലിവർ വരും, അതുപോലെ നമുക്ക് കിഡ്നിയിൽ ഡയാലിസിസ് വേണ്ടി വരും, കിഡ്നി മാറ്റിവെക്കേണ്ടി വരും. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ന്യൂറോപ്പതി വരും, കാലിൽ മുറിച്ച് പറ്റുക, അതെല്ലാവർക്കും അറിയാം. ഫുഡ് അൾസേഴ്സ് വന്ന ഉണങ്ങത്തിൽ, ഇതെല്ലാം ഈ ഡയബറ്റീസുകാർക്ക് വരുന്നതാണ്. പക്ഷേ ഒരുപാട് വർഷക്കാലം ഗ്ലൂക്കോസ് നിരന്തരമായിട്ട് കൂടി നിൽക്കാതെ വിചാരിക്കുക, അങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്രെയിനിൽ വ്യത്യാസം വരും, തലച്ചോറിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡാമേജ് വരും. അത് കാരണമാണ് ഒരുപാട് ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം വന്ന് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വീട്ടിലവർക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും, വയലന്റ് ബിഹേവിയർ ആയിരിക്കും. അവർ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മാനസിക രോഗത്തിന് ചികിത്സ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഗ്ലൂക്കോസ് താഴ്ന്നു പോകുന്ന കാരണം വരുന്ന അപസ്മാരമാണെന്ന് കരുതി അപസ്മാരത്തിന് ചികിത്സ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കെല്ലാം ആവശ്യം വാസ്തവത്തിൽ ഏറ്റവും നല്ല സാങ്കേതിക ചികിത്സാ സൗകര്യങ്ങളാണ്. അപ്പൊ ഇപ്രാവശ്യം ഈ ഒരു മോൾ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ആ കുട്ടി ഉപയോഗിക്കുന്ന CGM-നെ കുറിച്ച് ഞാൻ സംസാരിച്ചു. നോക്കൂ, ഗ്ലൂക്കോസ് ഈ പച്ച നിറത്തിൽ നോർമലായിട്ട് നിൽക്കുന്നത് വെറും 38% സമയമേ ഉള്ളൂ. മിനിമം 70 വേണ്ടത്. നമുക്ക് 90-95% പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഗ്ലൂക്കോസ് വേരിയബിലിറ്റി അത് 36-ൽ കൂടുതലാകാൻ പാടില്ല. അത് ഇവിടെ 50.1 ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടുകയും കുറയും ചെയ്തു. അത് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പൊ ഇപ്രാവശ്യം ആ കുട്ടി പറഞ്ഞു, ഞാൻ 1 മാസം നോക്കാം. നിങ്ങൾ ഓർക്കണം, ഇത് സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. ഇപ്രാവശ്യം ആ കുട്ടി സമ്മതിച്ചു. ഓട്ടോമാറ്റിക് ഇൻസുലിൻ ഡെലിവറിയിലേക്ക് പോയി. GMI നോക്കൂ, അതാണ് A1C, അത് 7-ൽ താഴെ വന്നു. നോർമൽ റേഞ്ച് 48-ൽ നിന്ന് 80%-ലധികമായി. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഈ സംവിധാനങ്ങളൊക്കെ നാട്ടിലുണ്ട്. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ ജീവിതം ആകെ മാറി, എനിക്കിപ്പോൾ നല്ല എനർജി ലെവലാണ്, എനിക്ക് നന്നായിട്ട് പഠിക്കാനും ജോലി ചെയ്യാൻ പറ്റുന്നു, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നു, ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കാനായി എനിക്ക് ബുദ്ധിയോടുകൂടി സാധിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ക്ഷീണമില്ല, ഒന്നുകൂടി എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നു, എനിക്ക് ഇപ്പൊ നോർമൽ ഒരു ഫീലിംഗ് ആയിക്കഴിഞ്ഞാൽ ഡിപ്രഷനൊക്കെ എനിക്ക് പോയി, ഞാൻ ഇനി കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചു. എനിക്ക് കുട്ടി എന്നോട് ക്ഷമ പറഞ്ഞു. ഇത്രയും വർഷങ്ങളായിട്ട് ഡോക്ടർ എന്നോട് ഈ നിർദ്ദേശം പറഞ്ഞിട്ടും ഞാനത് സമ്മതിക്കാതിരുന്നതിൽ ഇപ്പൊ എനിക്ക് നിരാശ തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ജീവിതത്തിൽ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ വൈകി മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പലതും നോർമലാകും, അത് നമുക്ക് റിവേഴ്സിബിൾ ആയി മാറുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ തന്നെ സിംറ്റമാറ്റിക്കലി ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞു. ഇത് സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും നിർദ്ദേശിച്ചാൽ പറയും, ഞാൻ പിന്നീട് പറയാം ഡോക്ടറെ. കാരണം സാങ്കേതിക വിദ്യയല്ലേ. അപ്പൊ സാങ്കേതിക വിദ്യ ആകുമ്പോഴത്തേക്ക് 3, 4, 5 വർഷം കഴിയുമ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കും. അടുത്ത പുതിയത് ഉടനെ വരില്ല, അപ്പം ഞാൻ വാങ്ങാം. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, സാങ്കേതിക വിദ്യ അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ നമുക്ക് ഒരിക്കലും ബസ് കിട്ടത്തില്ല. നമ്മൾക്ക് ബസ് മിസ് ചെയ്യും. നമ്മൾ ജീവിതത്തിൽ പലതും മിസ് ചെയ്യും. കാരണം ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഈ നിമിഷം ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. അത് അപ്പം തന്നെ സ്വീകരിക്കാം. ഇതെല്ലാം ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിലെ പിക്ചേഴ്സാണ്. 2004-ലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഇൻസുലിൻ പമ്പ് രോഗികൾക്കായിട്ട് തുടങ്ങുന്നത്. ഇനി മറ്റൊരു കഥ, ഇതും നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ അച്ഛനും മോനുമാണ്. ഇത് ആകെപ്പാടെ 1 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിശദമായിട്ട് അച്ഛനും മോനും പറഞ്ഞു കൊടുത്തു, ഇപ്പൊ ഗ്ലൂക്കോസ് A1C 10-ൽ കൂടുതലായിട്ട് നിൽക്കുകയാണ്,
ഈ കുഞ്ഞിന് ആവശ്യം ഓട്ടോമാറ്റിക് ഇൻസുലിൻ ഡെലിവറിയാണ്. നമ്മൾ സെൻസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 50-60%, ചിലപ്പോൾ 40% അത്ര മാത്രമേ ഗ്ലൂക്കോസ് നോർമൽ നിലവാരത്തിൽ നിൽക്കുകയുള്ളൂ. അത് കൂടാതെ കൂടെ ഗ്ലൂക്കോസ് താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പം ഇതിനു വേണ്ടി ഒരുപാട് സമരം ചെയ്യുന്ന ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും ഉണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്. ഞാനും അതോടൊപ്പം ഞങ്ങളുടെ നഴ്സും എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഗീതുണ്ട്, ഞങ്ങൾ ഡയറക്ടർ ഡോക്ടർ ഹരിശങ്കർ ഉണ്ട്, രമ്യ ജോസ് എന്ന് പറയുന്ന ഡയബറ്റീസിന്റെ നേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ട്രെയിൻഡ് ആൾക്കാരാണ്. ഇവർ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ചികിത്സിക്കപ്പെടുന്ന എല്ലാ ആശുപത്രികളെയും ഞങ്ങളെപ്പോലുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ജോബാണ്. ഇവർ ഓരോ പ്രാവശ്യം ഫോളോ അപ്പിന് വരുമ്പോഴും ചിലപ്പോൾ മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലായി, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, സർജൻ ഉണ്ട്, തൊറാസിക് സർജൻ ഉണ്ട്, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായം ചോദിക്കണം, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നില്ല. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ തിരിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ ഈ വളരെ സാമ്പത്തിക ശേഷിയുള്ള അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത്, വിദഗ്ധരായ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു സാങ്കേതിക വിദ്യ, അതും 6-7 ലക്ഷം രൂപ വിലയുള്ള ഓരോ മാസവും 20,000 രൂപയിലധികം ചെലവ് വരുന്ന ഈ ഒരു സാങ്കേതിക വിദ്യ മോന്റെ ഡയബറ്റീസ് ചികിത്സയിൽ ആവശ്യമില്ല, സാധാരണ ഇൻജക്ഷൻസും ഗ്ലൂക്കോമീറ്ററും മതി എന്നാണ് വിദഗ്ധർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്കൊരു നിർദ്ദേശം തരാനുള്ളത്, ഞങ്ങൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിലാക്കി, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇപ്പം ഞാനിത് പറഞ്ഞില്ല എങ്കിൽ വൈകിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് ഏകദേശം 30 വർഷത്തെ അനുഭവ ജ്ഞാനമുള്ളത് കൊണ്ട് ആ ഒരു പരിചയത്തിന്റെ പേരിൽ ചില കാര്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ ഞാൻ തുറന്നു പറയാണ്. നോക്കൂ, ഇത്രയും ഏകദേശം 941,000 ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസ് ഈ രാജ്യത്തുള്ളപ്പോഴത്തേക്ക് അവരിൽ ജീവൻ രക്ഷാ ഉപാധിയായ ഓട്ടോമാറ്റിക് ഇൻസുലിൻ ഡെലിവറി ഉപയോഗിക്കുന്നത് 0.32% മാത്രമേ ഉള്ളൂ. അതുപോലെ CGM, അതൊരു ബേസിക് ആണ്, അടിസ്ഥാനമാണ്. നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസിൽ കണ്ടിന്യൂസ് ആയിട്ട് CGM നിരന്തരമായിട്ട് ഉപയോഗിക്കേണ്ടത് അത് വെറും സാധാരണ അടിസ്ഥാന സൗകര്യമാണ്. അനലോഗ് ഇൻസുലിനും ബേസൽ ബോളസ് റെജിമിനും ഒക്കെ ഉപയോഗിക്കേണ്ട ബേസിക് ആണ്. അതും വെറും 0.64%. അല്ലാതെ പഴയ ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്ന ഒരു 0.43%. അതിന്റെ അർത്ഥം എന്താണ്? 80% പേർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാതെ മനസ്സിലാക്കാം. 20% പേർക്ക് സാമ്പത്തിക ശേഷി ഉണ്ട്. അതാണല്ലോ കണക്ക്. ആ സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് പോലും അത് ഉപയോഗിക്കാനുള്ള മനസ്സില്ല, അല്ലെങ്കിൽ അറിവില്ല. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടുന്നുമില്ല. അതിന്റെ ഫലം എന്താണ്? ഈ കണക്ക് പ്രകാരം T1D ഇൻഡെക്സിന്റെ കണക്ക് പ്രകാരം ഭാരതത്തിൽ ടൈപ്പ് 1 ഡയബറ്റീസുമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് 42 ഹെൽത്തി ഇയേഴ്സ് ഓഫ് ലൈഫാണ്. 42 ഹെൽത്തി ഇയേഴ്സ് ഓഫ് ലൈഫ് ഈസ് ബീങ് ലോസ്റ്റ് ടു സംബഡി ലിവിംഗ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻ ദി കൺട്രി. എന്തൊരു നഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെല്ലാം നേരത്തെ ഒന്നുകിൽ മരണമടയുന്നു, അല്ലെങ്കിൽ ജീവശവങ്ങളായിട്ട് നന്നായിട്ട് പഠിക്കുവാനോ നന്നായിട്ടൊരു ജോലി ചെയ്യാനോ ഒന്നും സാധിക്കാതെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച്, ഗ്രോത്ത് റിട്ടാർഡേഷൻ സംഭവിച്ച്, വൃക്കയ്ക്കും ഹൃദയത്തിനും കാലുകൾക്കും മറ്റും പെരുപ്പും വേദനയുമായിട്ട് ജീവിതം കഷ്ടപ്പാടിലൂടെ തുടരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നന്നായിട്ട് ചികിത്സ ലഭിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ അവർ നന്ദി പറയേണ്ടത് ഡോക്ടർമാരോടല്ല, അവർ നന്ദി പറയേണ്ടത് അവരുടെ അച്ഛനമ്മമാരോടാണ്. അപ്പൊ പണം മാത്രമല്ല നമ്മുടെ തടസ്സം. സർക്കാരുകൾ നമുക്ക് സാങ്കേതിക വിദ്യകൾ തരാത്തത് മാത്രമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അതിനേക്കാളും വലുതാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഞാൻ തരും. ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്, സർക്കാർ ഇത് മെഡിക്കൽ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. MBBS, MD, അങ്ങനെ MBBS ഇൻക്ലൂഡ് ചെയ്യണം. അടിസ്ഥാന വിദ്യാഭ്യാസം മെഡിക്കൽ കോളേജുകളിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് എന്താണ്, ഓട്ടോമാറ്റിക് ഇൻസുലിൻ ഡെലിവറി എന്താണ്. കാരണം ഈ ഒരു സംവിധാനങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ യുവ ഡോക്ടർമാർക്ക്, അല്ലെങ്കിൽ ഡോക്ടർമാർ പഠിക്കുന്ന വേളയിൽ കിട്ടാൻ, ഇതെല്ലാം പുതിയതാണ്. ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഇത്രയും പുതിയതായിട്ട് ഇത്രയും മെച്ചപ്പെട്ട രീതിയിലായി കഴിഞ്ഞത് ഇത് ഒരു 5-6 വർഷങ്ങളായിട്ടുള്ളൂ. അത് നിർബന്ധമായിട്ടും പരീക്ഷകളിലും ഡോക്ടർമാർക്ക് വേണ്ടി ഉൾപ്പെടുത്താൻ. ഇത് 16 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി പ്രസിദ്ധീകരിച്ച ഇൻസുലിൻ പമ്പിന്റെ മാർഗനിർദ്ദേശങ്ങളാണ്. ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കരുത്. കാരണം അന്ന് ഒരു ലീഗൽ റിക്വയർമെന്റ് ആണ്. കാരണം പല ഡോക്ടർമാർ പോലും ഇതിനെതിരെ ശബ്ദിച്ചു അന്നത്തെ കാലത്ത്. കാരണം ഇത് എന്തിനാണ്, ഏതിനാണെന്നൊക്കെ. കാരണം ആർക്കും അറിയില്ല. അതുകൊണ്ട്
പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ, ഭാരതത്തിലുള്ള പ്രധാനപ്പെട്ട പല ഡോക്ടർമാരും ഒന്നിച്ചു ചേർന്ന് ഇത് പ്രസിദ്ധീകരിച്ചു. അതും ഇന്റർനാഷണൽ ജേണലിൽ. ഡോക്ടേഴ്സിന് തീർച്ചയായിട്ടും ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. CGMന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. അതെല്ലാം രോഗികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൂടാതെ ടെക്നോളജിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സാങ്കേതിക വിദ്യക്ക്. അതെന്താണെന്നറിയോ? അത് ഉപയോഗിക്കുന്ന രോഗികൾക്ക് എല്ലാം അറിയാം. നമ്മളിപ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കും. ഈ ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ ഫോൺ ചിലപ്പോൾ ഡെഡായി പോകും. ഇടയ്ക്ക് കോൾ ഡ്രോപ്പ് ആയി പോയി എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കളയുമോ? നമ്മളില്ലല്ലോ. അപ്പോൾ ടെക്നോളജി ക്യാൻ ഫെയിൽ. ഇൻസുലിൻ പമ്പ് ചിലപ്പോൾ നിന്ന് പോകും, ചിലപ്പോൾ ശരിയായിട്ട് പ്രവർത്തിക്കില്ല, ചിലപ്പോൾ CGM സെൻസറിൽ കാണുന്ന ലോ റീഡിങ്സ് തെറ്റായിരിക്കും, ആക്ച്വൽ ഗ്ലൂക്കോസ് നോർമൽ ആയിരിക്കും. അത് കേടായത് കൊണ്ടായിരിക്കും പെട്ടെന്ന് താഴ്ന്നു. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഇൻസുലിൻ ഡെലിവറി ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരിക്കും, അത് ചിലപ്പോൾ സെൻസർ തെറ്റായിരിക്കും, അതുകൊണ്ട് ഡെലിവറി തെറ്റിപ്പോവും. അപ്പം ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷി, അതിനുള്ള ഒരു ട്രെയിനിങ് ഡോക്ടർക്ക് വേണം. ഡോക്ടർ അത് അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന നഴ്സസിന്, എഡ്യൂക്കേറ്റേഴ്സിന് അവരിലൂടെ അത് ഉപയോഗിക്കുന്ന രോഗികൾക്കും നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഈസി സ്റ്റെപ്പ് അല്ല. നമ്മളൊക്കെ ഈ ലെക്ചേഴ്സ് മാത്രം ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യാതെ ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ്, ഞങ്ങളൊക്കെ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ വർക്ക്ഷോപ്പ്സ് നടത്താറുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യണം. കാരണം ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന വലിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പോലും സർക്കാർ തലത്തിൽ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊരു സത്യമാണ്. ഇതെല്ലാം ചില സ്വകാര്യ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതെല്ലാം സത്യമാണ്. പക്ഷെ ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ള പബ്ലിക്കേഷനാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് പണ്ടൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രമേഹ രോഗികൾ ചികിത്സിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് ഹൈപ്പോഗ്ലൈസിമി ഇല്ലാതെ 70% കൂടുതൽ ഇതുപോലെ ഗ്രീൻ സോണിൽ 70-180 ഇടയ്ക്ക് ഗ്ലൂക്കോസ് എടുത്താൻ സാധിക്കും. നോക്ക്, ഇത് 83, പലപ്പോഴും 100% നോർമൽ നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം സാധിക്കുന്ന ഈ ഒരു ഉപാധി എന്ന് പറയുന്ന അൺമാച്ച്ഡ് പെർഫോമൻസ് ആണ്, തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അത്രയും വലിയ ഒരു ഇന്നോവേഷനാണ്. പക്ഷേ ഈ കാണുന്ന ഓമിനിപ്പോഡാണ്, അത് ലീക്ക് വന്നിരിക്കുകയാണ്. അലർജീസ് വരാം, നമ്മുടെ 70Gയിൽ തന്നെ ഇൻഫെക്ഷൻസ് വരാം, അലർജി വരാം, ഡെർമറ്റൈറ്റിസ് വരാം. ഒരിക്കലും പേടിക്കരുത്. ഡോക്ടറാണെങ്കിലും രോഗിയാണെങ്കിലും ഭയക്കരുത്, ഇതെടുത്ത് കളയരുത്. കഴിഞ്ഞാൽ ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ട്. ചില ഡോക്ടേഴ്സ് 1-2 തവണ തുടങ്ങിയിട്ട് പിന്നെ നിരാശപ്പെട്ടു, പിന്നെ തുടങ്ങത്തില്ല. ടെക്നോളജിയാണ്, ടെക്നോളജി ക്യാൻ ഫെയിൽ. അത് വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പം നമ്മളത് ഓവർകം ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു കാർ ആക്സിഡന്റ് പെട്ടു, അല്ലെങ്കിൽ കാറിന്റെ ടയർ പഞ്ചറായി കാർ എടുത്ത് കളയോ? അങ്ങനെ ചെയ്യരുത്. വി ഹാവ് ടു മൂവ് എഹെഡ്. ഇതാണ് ഞങ്ങളുടെ 3ാമത്തെ നിർദ്ദേശം. ഹോസ്പിറ്റൽസ് ആണ് എങ്കിൽ അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം, ട്രെയിൻഡ് നഴ്സ് വേണം, എഡ്യൂക്കേറ്റേഴ്സ് വേണം. അപ്പോൾ ഇതിനു വേണ്ടി താല്പര്യമുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അഗാധമായിട്ട് പഠിക്കണം. എന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ ഉപയോഗിച്ച് ഈ രോഗികൾക്ക് 24 മണിക്കൂർ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കണം. അത് പ്രത്യേകിച്ച് തുടക്കത്തിലും വലിയ ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എഡ്യൂക്കേഷൻ തുറന്നുകൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ പെട്ടെന്നൊരു കീറ്റോസിഡോസിസ് വന്നു, അല്ലെങ്കിൽ ഒരു ഹൈപ്പോഗ്ലൈസീമിയ വന്നു, അലർജി വന്നു, ഇതിനെല്ലാം ഇപ്പം നിർദ്ദേശങ്ങളുണ്ട്, ഇതിനെല്ലാം നമുക്ക് മാർഗങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇത് അനുവാദത്തോടു കൂടി കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഇങ്ങനെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇത് ഞാൻ കാണിക്കാൻ ഒരു കാരണമുണ്ട്. ഇതൊന്നും ഒരുപാട് പണമുള്ള കുടുംബത്തിലെ കുട്ടികളല്ല, സാധാരണ കുട്ടികളാണ്. അത് അഭിമാനത്തോട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ 100 കണക്കിന് കുട്ടികൾ. ഈ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് 4 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അപ്പം തന്നെ അച്ഛനും അമ്മയും ഇതിനെക്കുറിച്ച് പഠിച്ച് ഇൻസുലിൻ പമ്പ് വാങ്ങി കൊടുത്തു, 640G. അത് കഴിഞ്ഞ് 780G വന്നപ്പോഴത്തേക്ക് ആ നിമിഷം തന്നെ അതിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇവരെല്ലാം ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാണ്. കാരണം അച്ഛനമ്മമാർക്ക് കാര്യങ്ങൾ അറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ്, അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അവരുടെ മാനസിക ശാരീരികമായ ആരോഗ്യം അല്ലെങ്കിൽ നഷ്ടപ്പെടും. കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് മാനസിക വിഭ്രാന്തി വരും. ഗ്ലൂക്കോസ് കൂടുകയും താഴെയും ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. അവർക്ക് വിവാഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെങ്ങനെയെങ്കിലും അതിനു വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ് എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടെത്തും. ഇത് നോക്കൂ, ഈ ആ കുഞ്ഞ് തന്നെ പറയാണ്, ഞാൻ ഇതൊരു വീഡിയോ ആണ്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഉണ്ട്. അപ്പൊ നേഹമോൾ പറയാണ്, ഇപ്പൊ കുഞ്ഞ് കുറച്ച് വലുതായി, അപ്പോൾ അനുവാദത്തോട് കൂടിയാണ് ഈ ചിത്രം കാണിക്കുന്നത്. ഞാനിപ്പോ ഒരു കംപ്ലീറ്റ്ലി ന്യൂ നേഹയാണെന്ന് ഈ മോള് പറയുന്നത്. അപ്പൊ ഇത് മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ മോള് നിർദ്ദേശം കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അങ്ങ് മാറ്റിമറിക്കും എന്ന് പറയാണ്. കാരണം അല്ല, വേറെ മാർഗമില്ല. സാങ്കേതിക വിദ്യയുടെ ഒരു സഹായം കൂടെ നമുക്ക് വേറെ മാർഗമില്ല, അല്ലേ?
പക്ഷെ ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങളുടെ കോസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കോസ്റ്റ് വളരെ വളരെ കൂടുതലാണ്. സാധാരണക്കാർക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് എങ്ങനെയെങ്കിലും പ്രയത്നിക്കണം. ഇത് ഞങ്ങളുടെ തന്നെ ഒരു നിർദ്ദേശമാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ഇത് നാട്ടിൽ തന്നെ നിർമ്മിക്കാൻ ശ്രമിക്കുക. ഒരു മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഒരുപാട് പേര് ഉപയോഗിച്ചാൽ ഒരുപക്ഷെ മിനിമം മെട്രോണിക്ക് തന്നെ അവരുടെ വില തന്നെ കുറയ്ക്കുമായിരിക്കും. കാരണം ഇപ്പം വളരെ കുറച്ച് പേര് ഉപയോഗിക്കുന്നുള്ളൂ. ഇതല്ല, ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ രോഗം ഉണ്ടായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന വെറും 2000-2500 പേര് മാത്രമാണ് ഭാരതത്തിൽ. അപ്പോൾ അവർക്ക് വില കുറയ്ക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ മാർഗം, ഇൻഷുറൻസ് എങ്ങനെയെങ്കിലും കവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഈ രോഗികളെടുത്ത് ഡോക്ടർമാരും അതിന് മറ്റു രോഗികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉപകരണത്തെക്കുറിച്ച് മാത്രം പറയാതെ ഈ ഉപകരണം എന്തിനാണ്, നമുക്ക് തുടർച്ചയായ ഹൈപ്പർഗ്ലൈസീമിയ പ്രിവെന്റ് ചെയ്താൽ എന്താണ് നേട്ടം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്ലൂക്കോസ് 70-ൽ താഴെയായി പോകുന്നത് പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് നേട്ടം, ഭാവിയിൽ നമുക്ക് ഓർമ്മശക്തിയുടെ കുറവ് അത് പരിഹരിക്കാം, ഈ ഭ്രാന്തമായിട്ടുള്ള ആ ഒരു വയലന്റ് ദേഷ്യം ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, കാലിലൊക്കെ വരുന്ന വ്രണങ്ങൾ പ്രിവെന്റ് ചെയ്യാം, ഹാർട്ടിലേക്ക്, അങ്ങനെ ഒരുപാട് കാര്യം അതിനെക്കുറിച്ചുള്ള ഒരു ഒരു കോൺവെർസേഷൻ ആവശ്യം. അപ്പൊ ഈ കുഞ്ഞിന്റെ അച്ഛനമാർക്ക് വിശ്വാസം കൺവിൻസിങ് ആയിരിക്കും. അപ്പോഴാണ് അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാകുക. അല്ലെങ്കിൽ അവര് ഇഞ്ചക്ഷൻസ് എടുത്ത് ഗ്ലൂക്കോമീറ്ററിൽ വല്ലപ്പോഴും ഗ്ലൂക്കോസ് നോക്കി അവർ തുടരും. കാരണം ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. ഇത് മറ്റൊരു അനുഭവമാണ്, വളരെ പണ്ടുണ്ടായ ഒരു അനുഭവമാണ്. ഈ ഒരു യുവാവ് കുറച്ച് ദൂരെ നിന്നാണ് വന്നത്. ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൽ ഈ സിറ്റിയിൽ ഏകദേശം ഒരാഴ്ച തങ്ങി ഇൻസുലിൻ പമ്പ് വെച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എല്ലാ ദിവസവും ടെലിമെഡിസിൻ ഫോളോ അപ്പ് വേണമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി 2 ഫോൺ നമ്പറുണ്ട്, അഡ്രസ്സ് ഉണ്ടായിരുന്നത്. ഈ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോഴാണ് ഈ ഫോൺ നമ്പർ 2 ഫേക്ക് ആയിരുന്നു. അത് യഥാർത്ഥത്തിൽ ആ രോഗിയുടെ ഫോൺ നമ്പർ ആയിരുന്നില്ല, അഡ്രസ്സും കള്ളമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ചില രോഗികളുണ്ട് ഭയങ്കര രഹസ്യമായിട്ട് സൂക്ഷിക്കും ടൈപ്പ് 1 ഡയബറ്റീസ്. അതുപോലൊരു വിഡിത്തം വേറെ ഇല്ല, അല്ലേ? ഇപ്പൊ നമുക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ സൊസൈറ്റിക്ക് വന്ന ശേഷമാണ് ആൾക്കാർക്ക് മനസ്സിലായത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നവർക്ക് നേരത്തെ മരണം സംഭവിക്കും, നേരത്തെ കോംപ്ലിക്കേഷൻസ് വരും. ഞാൻ ഒരു സ്ഥലത്ത് ലെക്ചറിന് പോയപ്പോഴത്തേക്ക് കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ്. അപ്പൊ അവിടെ നെഫ്രോളജിസ്റ്റ് എന്നെ വന്ന് കണ്ടു. ഈ രോഗി ഇപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ചികിത്സയിലാണ്, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യാണെന്ന് പറഞ്ഞു. വെരി സാഡ് അല്ലേ? ഒരു നിർഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് രഹസ്യമായിട്ട് വയ്ക്കുകയും ചെയ്യരുത്. നമുക്കിത് ഫാമിലി സപ്പോർട്ടോട് കൂടി ചികിത്സിക്കേണ്ട രോഗമാണ്. ഓട്ടോമാറ്റിക് ഇൻസുലിൻ ഡെലിവറിയും ഇൻസുലിൻ പമ്പും കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗും ഒന്നും സ്വയം ഉപയോഗിക്കാൻ പറ്റൂല. അത് വിദഗ്ധമായ ഡോക്ടറും ആ ഡോക്ടറുടെ സംഘവും ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയകരമായിട്ട് പോകത്തുള്ളൂ. ഫാമിലിയുടെ സപ്പോർട്ട് വേണം. ആദ്യത്തെ 1 മാസമുള്ള ആ ഫോളോ അപ്പ് രോഗികൾ ദയവായിട്ട്, പ്രമേഹ രോഗികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു ഫോളോ അപ്പ് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഈ ഓട്ടോമാറ്റിക് ഇൻസുലിൻ ഡെലിവറി ഡിവൈസിനൊക്കെ ആൽഗോരിതത്തിന് പഠിക്കാനായിട്ട് 1 മാസം വേണം. ക്ഷമയോടുകൂടി കാത്തിരിക്കണം. എപ്പോഴും ഇഞ്ചക്ഷൻ വെളിയുന്ന പെന്നിലൊന്നും എടുക്കാതെ ആൽഗോരിതത്തിന് പഠിക്കാനായിട്ട് കുറച്ച് സമയം കൂടി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ 1 മാസത്തിനുള്ളിൽ ആൽഗോരിതത്തിന് പഠിക്കാൻ പറ്റൂ. അതുപോലെ നമുക്ക് കെയർലിങ്ക് ഡേറ്റ, നമുക്ക് എത്ര ശതമാനം ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചു, ഓട്ടോമാറ്റിക്കായിട്ട് ബോണസ് പോകുന്നത് എങ്ങനെയാണ്, എത്ര പോകുന്നുണ്ട്, നമുക്ക് ഇപ്പൊ 80% ടൈം റേഞ്ച് വന്നു, ഇനി കൂടുതൽ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഓരോ പ്രാവശ്യവും കൺസൾട്ടേഷൻ സമയത്ത് അത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. കെയർലിങ്ക് ഡേറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെട്രോണിക്കിന്റെ ക്ലൗഡ് ഡേറ്റ. അതുപോലെ ഞങ്ങൾക്ക് ചെയ്യുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പരാജയം വരികയാണ്, നിരാശ വരികയാണെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന സക്സസ്ഫുൾ പേഷ്യൻസിന് ഡേറ്റ കാണിച്ചു കൊടുക്കുക അനുവാദത്തോടുകൂടി. ഇങ്ങനെ സാധിക്കും. അത് പറയുമ്പോഴത്തേക്ക് അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ എനിക്കും ഇത് ചെയ്യാം, എനിക്ക് ഇത് വിജയകരമായിട്ട് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നൊരു ബോധം ആ ഒരു പുതിയ രോഗിക്കും ഉണ്ടാകും. പിന്നെ ഈ ഒരു ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ ചികിത്സിക്കുമ്പോൾ കാർബ് കൗണ്ടിങ് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഓരോ പ്രാവശ്യം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എത്ര കാർബാണെന്ന് ഇവർ ഡിവൈസിൽ എൻ്റർ ചെയ്യേണ്ടി വരും. ADയിൽ 780G ഒക്കെയാണ് ഇപ്പോൾ ഉള്ള AD. അത് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു മാർഗമാണ് ഈ പറയുന്നത് സ്മോൾ മീല്, റെഗുലർ മീല്, ലാർജ് മീൽ. ഇതെല്ലാം പബ്ലിക്കേഷൻസ് വന്നിട്ടുള്ളതാണ്. ഇത് ഏകദേശം മറ്റേ ഫ്ലെക്സ് മീലുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ കാർബ് കൗണ്ടിങ് രീതിയും നമുക്ക് 70%-ലേറെ ടൈം റേഞ്ചിൽ എത്തിച്ചേരാനായിട്ട് സഹായിക്കും. നമുക്ക് AD എന്ന് പറയുന്ന ഒരുപാടെണ്ണം ലോകരാജ്യങ്ങളുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും സൗത്ത് കൊറിയയിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ. പക്ഷെ ഇന്ത്യയിൽ അമേരിക്കയിൽ നിന്നുള്ള 780G മാത്രമേ ഉള്ളൂ. ഗർഭിണികൾക്ക് ഉപയോഗിക്കുന്നത് ആക്ച്വലി കുറച്ചുകൂടെ ഫലപ്രദമായ മൈ ലൈഫ്, പഴയ ഇപ്സോമെഡ് ആണ്. അതിൽ CAMP APS ആൽഗോരിതമാണ്.
ഈ ഒരു പമ്പ് ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഫോട്ടോയാണ്. മൈക്രോടെക്കിന്റെ ഒരു പമ്പാണ് ഇത്. ഭാരതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇത് പാച്ച് പമ്പാണ്. അതിന് ട്യൂബോ സ്ട്രിങ്സോ ഒന്നുമില്ല. അതിന്റെ അപ്രൂവല് കേന്ദ്ര സർക്കാർ ഉടനെ നൽകുമെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് ഈ ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറിയിൽ 100% ഒരിക്കലും പോസിബിൾ അല്ല. നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം. ഇപ്പം നമ്മൾ ഓട്ടോമാറ്റഡ് ആയിട്ടൊരു കാർ ഡ്രൈവ് ചെയ്യാന്ന് വിചാരിക്കുക. അതിൽ ചിലപ്പം ഗിയർ ഒരു പക്ഷേ ഓട്ടോമാറ്റഡ് ആയിരിക്കാം. ഇപ്പോൾ ഉള്ള പുതിയ കാലം സ്റ്റിയറിംഗ് ഓട്ടോമാറ്റഡ് ആണ്. പക്ഷേ അത് വെറും 70% മാത്രമേ ഫുള്ളി ഓട്ടോമാറ്റഡ് ആകത്തുള്ളൂ. 30% പിന്നെ മാനുവൽ ഇന്റർവെൻഷൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരികയാണ്. ഫുള്ളി ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് വരികയാണ്. ക്യാമ്പ് APS ലിബർട്ടി ഓൾറെഡി യൂറോപ്പിൽ അപ്രൂവൽ കിട്ടി. മിനിമെഡിന്റെ ഫാമിലിയിൽ നിന്ന് മെട്രോണിക്കിന്റെ പേര് മാറ്റി പഴയ പേരിലേക്ക് പോവുകയാണ്. ബാക്ക് ടു ദി ഫ്യൂച്ചർ എന്നാണ് അവർ പറയുന്നത്. ആദ്യം അത് മിനിമെഡ് ആയിരുന്നു. അപ്പോൾ 780G കഴിഞ്ഞ് വരാൻ പോകുന്ന മിനിമെഡ് ഫ്ലക്സ് ആണ്. ചെറിയൊരു പമ്പാണ്. മിനിമെഡിന്റെ ഫാമിലിയിൽ നിന്നുള്ള പാച്ച് പമ്പിന്റെ പേര് മിനിമെഡ് ഫിറ്റ് എന്നാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് ആക്ച്വലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക് AI ആൽഗോരിതമാണ്. അതിന്റെ പേരാണ് വിവേറ. ഇതിന് സെറ്റിങ്സ് ഒന്നും വേണ്ട. നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കാർബോഹൈഡ്രേറ്റ് കൗണ്ടിങ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ആക്റ്റീവ് ഇൻസുലിൻ ടൈം വേണ്ട. ആദ്യത്തെ 48 മണിക്കൂറുള്ള വാമപ്പ് ടൈം ഇല്ല. ഗ്ലൂക്കോസ് ടാർജറ്റ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ആണ്. 70G നിന്നും വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ കാർബ് കൗണ്ടിങ് അഥവാ ഇടയ്ക്കൊക്കെ നമ്മൾ നൽകുകയാണെങ്കിൽ മോർ ദൻ 80% ആകും. പക്ഷെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും 73.8% ടൈം റേഞ്ച് ഈസ് പോസിബിൾ. അപ്പം ഫ്യൂച്ചർ ഈസ് വെരി ബ്രൈറ്റ്. ഒരുപാട് പുതിയ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ ആർക്കും തന്നെ ഒരു നിരാശതയും വേണ്ട. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മതി. കാരണം ഇതെല്ലാം 2026 ഈ വർഷമുള്ള ലൈനപ്പാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ വരാൻ പോവാണ്. ക്യാമ്പ് APS, ഇൻസുലെറ്റ്, ഐഡാനെറ്റ്. ഇൻഡുഡ എന്ന് പറയുന്നത് ഒരു ബൈഹോർമലാണ്. അതിൽ ഗ്ലൂക്കോഗോണും ഇൻസുലിൻ കൂടി ഉപയോഗിക്കുകയാണ്. അതിന്റെ ആവശ്യം മിക്കവാറും വരില്ല. പിന്നെ ഡയംലൂപ്പ്, വിവേറ ഞാൻ നേരത്തെ പറഞ്ഞു. NMX AD ആൽഗോരിതമാണ് വിവേറ ആൽഗോരിതം, ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പൊ ഞങ്ങൾ RSSDയുടെ ഞങ്ങളുടെ ഇന്ത്യയിലുള്ള ഡയബറ്റീസ് ഡോക്ടേഴ്സിന്റെ പുതിയ ഗൈഡ് ലൈൻ ഉടനെ വരും. അതിന്റെ ചുമതല എനിക്കും കൂടിയാണ്. ഞങ്ങൾ ഈ വർഷം ഈ ടെക്നോളജി പുതിയ ഗൈഡ് ലൈൻ പുതിയതായിട്ട് കൊണ്ടുവരും ഡോക്ടേഴ്സിന് വേണ്ടി. അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പറയുന്നത് കേൾക്കൂ. AD എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസിന് ഹയസ്റ്റ് ലെവൽ ഓഫ് എവിഡൻസ് ആണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങി. ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എന്തൊരു അബദ്ധമാണ് അവർ കാണിക്കുന്നത്. കാരണം ഇതിന് ഉള്ള റിക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് റിക്കമെൻഡേഷൻ ആണ്. പക്ഷെ എല്ലാവർക്കും അല്ല. ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സർക്കംസ്റ്റൻസസ്, പ്രിഫറൻസസ് ആൻഡ് നീഡ്സ്. അവർക്കത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. അതിനുള്ളൊരു ഫാമിലി സപ്പോർട്ട് വേണം. അതിനുള്ള ഒരു ചുറ്റുപാട് അവർക്കുണ്ടാകണം. അവർക്ക് അതിനുള്ളൊരു ആവശ്യകതയും ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്കാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഈവൻ ടൈപ്പ് 2 അത് മനസ്സിലാക്കി ഇൻഡിക്കേഷൻസും കോൺട്രാ ഇൻഡിക്കേഷൻസും മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ഉപകരണം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞത്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, എൻ്റെ പേര് ജ്യോതിദേവ്. കേരളത്തിലെ ഒരു റിസർച്ച് ആൻഡ് ക്ലിനിക്കൽ ഡയബറ്റോളജിസ്റ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത് കുറച്ച് അപ്രിയ സത്യങ്ങളാണ്. പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകണം. പ്രമേഹ രോഗമായിട്ട് ബന്ധമില്ലാത്ത പ്രശസ്തരായ വ്യക്തികളോ അല്ലെങ്കിൽ സർക്കാരുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന മഹനീയരോ ഈ ഒരു പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ്, സെലിബ്രിറ്റി, ദയവായിട്ട് ഈ കമ്മ്യൂണിറ്റിയെ സഹായിക്കുക. എത്രയോ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവരാണ് ഈ കുഞ്ഞുങ്ങളും അതുപോലെ ഒരുപാട് മുതിർന്നവരും. വളരെ നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്ന അതീവ ഗുരുതരമായ ഒരു രോഗമാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. അപ്പോൾ അത് ചികിത്സിക്കാനായിട്ട് സാങ്കേതിക വിദ്യ, അതായത് ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറി പോലെയുള്ള സാങ്കേതിക വിദ്യ കൂടിയേ തീരൂ. ഞാനിവിടെ നിർത്തുന്നു. ക്ഷമയോടെ ഇത് കണ്ടിരുന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. നമസ്കാരം.